ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലും എല്ലാം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമായിരിക്കും. നിങ്ങളിതിൻ്റെ വീഡിയോസും കുറേ കണ്ടു കാണും. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പം ഈ ഗെയിമിൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം എങ്ങനെ ഉണ്ട്, നല്ല ഗെയിമാണോ അതോ ചുമ്മാ കൊള്ളാത്ത ഗെയിമാണോ എന്നെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുന്ന ഗ്രാഫിക്സ് എങ്ങനെയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്രാഫിക്സ് നോക്കാം. കുഴപ്പമില്ല. നിങ്ങൾ മറ്റേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇല്ലേ, അത് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഇതിന് അതിനെക്കാട്ടി ഗ്രാഫിക്സും ഉണ്ട്, ഫിസിക്സും ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്തും വെപ്പൺസ് എല്ലാം ഉണ്ട്. അതിനകത്തില്ലാത്ത വെപ്പൺസ് ഇതിലും ഉണ്ട്, ഇതിനകത്തില്ലാത്ത വെപ്പൺസ് അതിലും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെപ്പൺസ് എല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് വെപ്പൺസ്. അപ്പം ആദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ്ബോൾ ബാറ്റാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലില്ല. ഇതിങ്ങനെ അടിക്കാനെല്ലാം പറ്റും. പിന്നെ ഉള്ളത് പിസ്റ്റല്. ഇത് മറ്റേതിനകത്തും ഉണ്ട് പിസ്റ്റൽ. പിന്നെ AKM. ഇതിൻ്റെ എല്ലാം ഷൂട്ടിങ് ഫിസിക്സ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. മറ്റേതിനകത്ത് ഇച്ചിരി കൂടെ ഒരു ആനിമേറ്റഡ് സ്റ്റൈലില്ല, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളത് സ്നൈപ്പർ. ഓക്കെ, ഇതാണ് സ്നൈപ്പറിൻ്റെ സ്കോപ്പ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സാണ്. പിന്നെ RPG. ഇതും മറ്റേനെ കാട്ടി ഇച്ചിരി ഇതുണ്ട് ഉള്ള ഫിസിക്സ്. അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ കാണത്തില്ല, ഞാൻ അങ്ങോട്ട് വിട്ടു. അത് പൊട്ടിയും കണ്ടോ? അതിനകത്ത് പൊട്ടുന്നത് ഇങ്ങനെയല്ല. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. എന്താ, അതിനകത്ത് ഇങ്ങനെയല്ല പൊട്ടുന്നത്. പിന്നെ ഉള്ളത് വീട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇതാണ് വീടിൻ്റെ അകത്ത് കയറുന്ന. മാറിപ്പോയി. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഓക്കെ, നമ്മളിങ്ങനെയാണ് വീടിനകത്ത് കയറുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട്. ഇയാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ ഇയാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു ലൈക്കിൻ്റെ ബട്ടൺ കാണിക്കും. ഈ ലൈക്കിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇയാൾ നമ്മുടെ പുറകെ വരും. ഓക്കെ, ഡെയിലി ലൈക്കിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വണ്ടിയിൽ വല്ലതും കയറുവാണെങ്കിൽ ഇയാൾ കൂടെ കയറും. ഓക്കെ, ഇപ്പം ഞാൻ ഈ 100 ഒന്ന് കയറി കാണിച്ചു തരാം. ഓക്കെ, അയാൾ കയറുന്നുണ്ടോ? കയറിപ്പോൾ എന്താ കയറാത്ത? എടോ കയറടോ, കയറ്. ഇപ്പം കയറി. വന്ന് കയറി. അതെ, ഓക്കെ, വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഈ പരിപാടി ഇന്ന് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണേൽ പറഞ്ഞാൽ മതി, ഞാനിടാം. ഓക്കെ, കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം. ഓക്കെ, ഇപ്പം ഇയാൾ വണ്ടി കയറി. ഇപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ ഇറങ്ങും. ഇനിയിപ്പം ഇയാൾ നമ്മളിവിടെ വരണ്ടെങ്കിൽ ഇയാൾ അടുത്ത് വരുമ്പോൾ ഒരു ഡിസ്ലൈക്കിൻ്റെ ബട്ടൺ വരും. അത് ഞെക്കി കഴിയുമ്പോൾ ഇയാൾ നമ്മുടെ കുറേ വരത്തില്ല. ഓക്കെ, ഇവിടെ ഗാരേജ് എല്ലാം ഉണ്ട്. അത് നമ്മൾ മറ്റേ ഫ്രണ്ടിൽ പോയി നിന്നാൽ തുറക്കുന്നത്. ഇപ്പം ഞാൻ അകത്തോട്ട് കയറുമ്പോൾ ആദ്യം ഒരു ഹാള് പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സോഫ ഉണ്ട്, 2 ചെടിയുണ്ട്. പിന്നെ ഇവിടെ ഒരു കിച്ചണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിച്ചണാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ അതില്ല, കിച്ചണില്ല. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ഒരു റൂമുണ്ട്. ഓക്കെ, ഇതാണ് ബെഡ്റൂം. ഓക്കെ,
ഇനിയിപ്പോൾ നമുക്ക് മേളിൽ അല്ല ഇവിടെ ഗാരേജിനകത്ത് കയറാം. ഓക്കെ, ഇതിലും വരെ നമുക്ക് ഗാരേജ് കയറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സൈക്കിൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ ആ സൈക്കിൾ കിട്ടും. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് മേളിലോട്ട് കയറാം. ഓക്കെ, ഇതേമാതിരി കയറാം. ഓക്കെ, എന്നാൽ മേളിലോട്ട് കയറുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ലിവിങ് ഏരിയ പോലെയാണ്. പിന്നെ അത് ഇവിടെ ഒരു റൂമുണ്ട്, ഒരു ഗെയിമിംഗ് റൂം പോലെയാണ്. ഗെയിമിങ്ങിൻ്റെ ഒന്നും ഇല്ല അതിനകത്ത്. ഓക്കെ, ഇതാണ് ആ റൂം. ഗെയിമിംഗ് റൂമും ഉണ്ട്, ജിമ്മും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ റൂം. ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്ത് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിവിങ് ഏരിയയാണ്. പിന്നെ ഈ മഞ്ഞ ഒരു സാധനം കണ്ട ഇതിൽ കയറിയെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ്, ഒരു ടീഷർട്ടിൻ്റെ എംബ്ലം വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഉടുപ്പ് മാറണമെങ്കിൽ അത് ഈ ഞെക്കി കിടക്കുന്ന ഈ സാധനം മാറ്റാം. അതിനാ ഞെക്കെന്നിരിക്കുന്നത് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വരും. ഇത് ഈ മൈനസ് ഞെക്കി കഴിഞ്ഞാൽ അത് വയ്ക്കുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഉടുപ്പ് മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിറയെ ഷർട്ട്സ് ഉണ്ട്. ഇതുണ്ട്, 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 ഇതുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ഷർട്ട്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ മേലാണ് ഷർട്ട്സ്. ഇനി ഒരു ഹുഡിയാണ്, ഇതാണ് ഹുഡി. ഓക്കെ, ഇനി ഉള്ളത് വേറൊരു ടൈപ്പ് ഷർട്ടാണ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ബനിയനും കൂടെ ഇടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഷർട്ട്. അപ്പോൾ എനിക്ക് ഈ ഹുഡിയാണ് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഈ ഹുഡി ഇട്ടു. ഇനിയിപ്പോൾ പാൻറ്റും ഉണ്ട് വേറെ. ഈ പാൻറ്റുണ്ട്, ഈ പാൻറ്റുണ്ട്, ഈ പാൻറ്റുണ്ട്, ഈ പാൻറ്റുണ്ട്. ബാക്കിയുള്ളത് നിക്കറാണ്. ഇതുമാണ് നിക്കർ. ഓക്കെ, ഈ പാൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്യാപ്പ് വേണ്ടതെങ്കിൽ എനിക്ക് ഈ ക്യാപ്പ് ഇന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൈനസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇയാൾ മുട്ടത്തലേനാവും. ഇനിയിപ്പം ഹെയർ വേണമെങ്കിൽ ഇവിടെ ഹെയർ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുടി കിട്ടും. ഓക്കെ, ഓക്കെ, ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബണ്ടാന ഉണ്ട്, ഗ്ലാസസും ഉണ്ട്. ഗ്ലാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് വരും. ഈ മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അപ്പം ഇത് വെച്ചിട്ടുണ്ട്. ഇനി ബണ്ടാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊള്ളയടിക്കാൻ പോകുമ്പോൾ വെക്കുന്ന മാസ്ക് ഇല്ലേ, ആ സാധനം ഇത്. ഓക്കെ, ഇതാണത്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ വരുന്ന ടി വിയുടെ സെക്ഷനാണ്. ഇത് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിനകത്ത് ടി വിയുടെ ഒരു ആപ്പുണ്ട്. അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പിക്ക് എ വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി അത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ടി വിക്കകത്ത് അത് പ്ലേ ആവും. അതേപോലെ 3 ചാനൽസ് ഉണ്ട്. അപ്പോൾ വേറെ വേറെ വീഡിയോസ് നമുക്ക് ഈ 3 ചാനൽസിലുമായിട്ട് ചെയ്ത് ഇടാൻ പറ്റും. അപ്പം ഒരു വീഡിയോ കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ പ്ലസ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് ഈ ചാനൽ മൈനസ്. ഇപ്പം ഞാൻ ചാനൽ 3-ലിരിക്കുകയെന്ന് വിചാരിച്ചു. എനിക്ക് ചാനൽ 2-ലോട്ട് പോകണം. ചാനൽ മൈനസ് ഞെക്കിയാൽ മതി. അങ്ങനെ മനസ്സിലായല്ലേ? അപ്പം അതാണ് ടി വിയുടെ. അപ്പം ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.